നിങ്ങളില്ലേ ബീഫ് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 വലിയുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 3 തക്കാളിയാണ് എടുത്തത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ ഇതുപോലെ മിക്സിൻ്റെ ചാറിലിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ ഒരു നാടൻ രുചി ഉണ്ടാവും കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മസാലക്കൂട്ട് എല്ലാ ഭാഗത്തും എത്തണേ, അതുവരെ ഒന്ന് കുഴച്ച് കൊടുക്കാം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അടിച്ച ആ ഒരു ജാറില്ലേ അത് കഴുകിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകാൻ പാടില്ല. അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രാമ്പൂ പട്ട ഏലക്ക ഒരു ചെറിയ കഷ്ണം മാത്രം മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് കളർ മാറി വന്നോട്ടെ, അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായ്മുളക് ചേർത്ത് കൊടുക്കാം. കയ്യിൽ കാശ്മീരി മുളക് ഉണ്ട്, അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സാധാ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പകുതി ഭാഗം വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ട്, അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ച ഈ ഒരു ബീഫില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫുള്ളായിരുന്നു കേട്ടോ വെള്ളവും അതുപോലെ തന്നെ ബീഫും. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. തിളച്ചൊന്ന് വറ്റി വരണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബിരിയാണി മസാലപ്പൊടിയാണ്. അപ്പം ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട്, കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ ആർക്കും വേണമെങ്കിൽ. അപ്പോൾ വേണ്ടിയൊരു ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതേപോലത്തെ എല്ലാ ഐറ്റംസിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറിൻ്റെ റെസിപ്പി. ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ വറ്റിച്ചെടുക്കാം.